ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. ഈ ഒരു ചൂടുകാലത്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പോൾ ഈ ചൂടുകാലം ആകുമ്പോൾ തന്നെ വത്തക്കയുടെ തണ്ണിമത്തൻ്റെ ഒരു സീസണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും തണ്ണിമത്തൻ. നമുക്കിത് എടുത്തിട്ട് നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. വെറും കുറച്ച് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ വത്തക്ക എടുത്തിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒരു ബൗളിലോട്ട് നമുക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് ഇടാം. അപ്പോൾ എല്ലാ വത്തക്കയും ഞാനിവിടെ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ജ്യൂസ് കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എത്രയാണ് വത്തക്ക എടുത്ത് അതിൻ്റെ ആ ഒരു അളവിൽ നിങ്ങൾ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ റൂഹഫ്സയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. റൂഹഫ്സ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ തന്നെ മധുരം റൂഹഫ്സയിൽ തന്നെ ഉള്ളതുകൊണ്ട് അധികം മധുരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് റൂഹഫ്സയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് ഇല്ലേ, നമ്മൾ സബ്ജ സീഡ്, അത് പൊതിർത്തിയതും പിന്നെ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചുള്ളായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി സെർവ് ചെയ്യുക കേട്ടോ. അപ്പം തന്നെ റെഡിയാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മുഹബത്ത് കാ ഷർബത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. നമ്മൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.